കഴിഞ്ഞ മാസം 19-ന് ചട്ടഞ്ചാലിൽ വെച്ച് നടന്ന ഉദുമ നിയോജക മണ്ഡലം നവകേരള സദസ്സിലാണ് മുളിയാർ എരിഞ്ചേരിയിലെ ആയുർവേദ ആശുപത്രിക്ക് ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. മുളിയാർ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാനാണ് അപേക്ഷ നൽകിയത്. 2012-ൽ പ്രവർത്തനമാരംഭിച്ച ആയുർവേദ ഡിസ്പെൻസറിക്കായി സ്വന്തം കെട്ടിടം വേണമെന്ന ആവശ്യത്തിനും അത്രയും കാലത്തെ പഴക്കമുണ്ട്. കുറച്ചു കാലം മുൻപ് ആശുപത്രിക്കടുത്ത് 17 സെന്റ് സർക്കാർ ഭൂമിയുള്ളത് വില്ലേജ് ഓഫീസർ കണ്ടെത്തിയിരുന്നു. ഇത് ആശുപത്രിക്ക് വേണ്ടി പതിച്ചു കിട്ടാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന നടപടികൾ മന്ദഗതിയിലായപ്പോഴാണ് ഒടുവിലെ ആശ്രയമായി നവകേരള സദസ്സ് ചട്ടഞ്ചാലിലെത്തുന്നത്. സദസ്സിൽ പഞ്ചായത്ത് അധികൃതർ അപേക്ഷ സർക്കാരിന് സമർപ്പിച്ചു. അന്നു തന്നെ പരാതിക്കാരന് മൊബൈൽ സന്ദേശം വന്നു. ഒരാഴ്ചയ്ക്കകം നടപടിയെടുക്കാമെന്ന RDOയുടെ അറിയിപ്പും കഴിഞ്ഞ മാസം 30-ന് ജില്ലാ കളക്ടർ ഒപ്പിട്ട സ്ഥലമനുവദിച്ച ഉത്തരവും ലഭിച്ചു. നമ്മുടെ ജില്ലയിൽ തന്നെ ആയുഷ് PHCക്ക് ഇത്രയും കൂടുതൽ സ്ഥലം കിട്ടിയ ഒരു ഹോസ്പിറ്റൽ വേറെ ഇല്ല. നമുക്കാണ് 17 സെന്റ് കിട്ടിയത്. വേറെ ആ രീതിയിൽ സ്ഥല സൗകര്യം കിട്ടിയ ആശുപത്രികൾ നമ്മുടെ ജില്ലയിലില്ല. വിപണിയിൽ 3.5 ലക്ഷം രൂപ വരെ വിലയുള്ള സംസ്ഥാന പാതയോരത്തിനടുത്തുള്ള ഭൂമിയാണ് ഇപ്പോൾ ആശുപത്രിക്കായി ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ഒറ്റമുറി വാടക കെട്ടിടത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത് സ്ഥലം കിട്ടിയതോടെ പുതിയ കെട്ടിടം പണിയാമെന്ന കണക്കുകൂട്ടലിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും. 50ഓളം രോഗികൾ ദിവസം ഈ ആശുപത്രിയിൽ വരാറുണ്ട്. അവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് നല്ലൊരു ആശുപത്രി ആവശ്യമാണ്. അപ്പോൾ നിരന്തരമായി നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും അപേക്ഷകളെല്ലാം സംബന്ധിച്ച് ഇതുവരെ അതുണ്ടായിട്ടില്ല. എൻഡോസൾഫാൻ ബാധിത പ്രദേശമായ മുളിയാർ, കാറടുക്ക, ദേലമ്പാടി പഞ്ചായത്തുകളിലെ നിരവധി പേരാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ദിവസം 50ഓളം രോഗികളെത്തുന്ന ഈ ആശുപത്രി യോഗ കേന്ദ്രവും ഔഷധത്തോട്ടവും അടങ്ങുന്ന മാതൃക ആയുഷ് കേന്ദ്രമാവുന്നത് നാട്ടുകാരിപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.